ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും തിരുവചനത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറേണ്ടതിന് ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 6 വാക്യം. 1 ശമൂവേൽ 14:6. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്നു പറഞ്ഞു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മകൾ അനുഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ തിരുവചന ഭാഗത്ത് എഴുതിയിരിക്കുന്നു, പക്ഷെ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കണ്ണിന്റെ മുൻപിൽ കാണുമ്പോൾ, മുൻപിലേക്ക് പോകുവാൻ ഒരു വഴിയുമില്ലാതിരിക്കുമ്പോൾ, ആകുലതകളുടെ നടുവിൽ അഥവാ ഒരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാ. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാമോ? ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ഒരു മഹാ ദൈവമുണ്ട്. തുടർന്ന് എഴുതിയിരിക്കുകയാ, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്നു പറഞ്ഞു. അധികമുണ്ടെങ്കിൽ മാത്രമല്ല, കയ്യിലൊന്നുമില്ലെങ്കിൽ കൂടി തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ പ്രയാസമില്ലാത്തൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഒരു വഴിയും മുൻപിലില്ല, മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. ലോകവും പിശാചും ഒരുപോലെ എതിരായി തീർന്ന് ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇവിടെ എഴുതിയിരിക്കുന്നു, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. അല്പം കൊണ്ട്, കയ്യിലുള്ള അല്പം കൊണ്ട് ഒരു വലിയ വിടുതൽ അയക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം. അഥവാ നമ്മുടെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിച്ച് അതിനെ അനുഗ്രഹമാക്കി ആവശ്യത്തിൽ അധികമാക്കി തീർത്ത് നന്മ കൊണ്ട് നിറയ്ക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. നമുക്കറിയാം, 5 അപ്പവും 2 മീനും 5000 പേർക്ക് നുറുക്കി വിളമ്പിക്കൊടുക്കത്തക്ക നിലയിൽ അല്പത്തെ അനുഗ്രഹമാക്കി തീർത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാൻ തികയാതെയാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങളുടെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ളത് ഒരുപക്ഷെ വീട്ടിൽ നടക്കുവാൻ പോകുന്ന വിവാഹത്തിന് തികയാത്തതാണെങ്കിൽ, ഉറപ്പോടൊരാലോചന അതിനകത്ത് നിന്ന് ഞാൻ പറയാം, അല്പം കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ഒരു മഹാ ദൈവം തിരുവചനത്തിനകത്തുണ്ട്. നിങ്ങളുടെ കരങ്ങളിലുള്ളത് എന്താണോ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. നമുക്കറിയാം, ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ, മരണത്തിലേക്ക് പതുക്കെ പതുക്കെ ഓരോരുത്തരും നടന്നു നീങ്ങുമ്പോൾ, പ്രവാചകൻ ചെന്നിട്ട് വിധവയായ സ്ത്രീയോട് പറയുകയാണ്, ആമേൻ, അടയുണ്ടാക്കിക്കൊണ്ട് വരിക. സത്യം ചെയ്ത് വിധവയായ സ്ത്രീ പറയുകയാണ്, യജമാനനെ, മരിക്കുന്നതിന് വേണ്ടി ഇരിക്കുകയാണ്, വേറെ നിവർത്തിയൊന്നുമില്ല, അല്പം മാവല്ലാതെ ശേഷിക്കുന്നില്ല. ഞാൻ പറയാം പ്രിയരെ, ക്ഷാമം തീരുന്നത് വരെ ആ കുടുംബത്തിന് പുലരുവാൻ തക്കവണ്ണം അതിനെ വർദ്ധിപ്പിക്കുവാൻ, ആ അല്പത്തെ വർദ്ധിപ്പിക്കുവാൻ ഒരു ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം, നമ്മുടെ കയ്യിലുള്ള അല്പം വിദ്യാഭ്യാസം കൊണ്ട്, അല്പം പണം കൊണ്ട്, ചെറിയ താലന്ത് കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ഒരു മഹാ ദൈവം നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു ചെറിയ വടി കൊണ്ട് മഹാസമുദ്രത്തെ വിഭാഗിക്കേണ്ടതിന് കാര്യം സാധ്യമാക്കി തീർത്ത മഹാദൈവമുണ്ടെങ്കിൽ, അല്പം കൊണ്ടോ, ആമേൻ, അധികം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ. ഇന്ന് പ്രഭാതത്തിൽ
രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിൽ വട്ടം ചുറ്റുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്പത്തെ കൊണ്ട് ആമേൻ വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. തിരുവചനം മുഴുവനും അതാണ് പറയുന്നത്. തിരുവചനത്തിനകത്ത് അത്തരത്തിലുള്ള ചരിത്രങ്ങൾ ധാരാളം നമുക്ക് ദർശിക്കുവാനായി കഴിയും. ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് ശത്രുവിനെ മുഴുവനും തകർത്തെറിയേണ്ടതിന് ആമേൻ ബലം പകർന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയരെ അത്ഭുതമാണ്. അങ്ങനെയാണെങ്കിൽ അല്പം കൊണ്ടോ അധികം കൊണ്ടോ രക്ഷിക്കുവാൻ പ്രയാസമില്ലാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എല്ലാ വാതിലുകളും അടഞ്ഞ് സാധ്യതകളില്ലെന്ന്, ഉള്ളതൊന്നിനും തികയത്തില്ലെന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്പമേ എൻ്റെ കരങ്ങളിലുള്ളൂ, അതെൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന്, എൻ്റെ ജീവിതത്തിന്റെ സദ്ധാരണത്തിന് തികയത്തില്ലെന്ന് പറഞ്ഞ നിരാശയിലും ഭാരത്തിലും വേദനയിലും ദിവസങ്ങൾ തള്ളി നീക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ പറയാം, നിശ്ചയമായും അല്പം കൊണ്ട് രക്ഷിക്കുവാൻ പ്രയാസമില്ലാത്ത ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത്. തിരുവചനം അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. കാറ്റടിച്ചു കടലിളകി ആമേൻ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പടക് തകരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. എന്നാൽ പൗലോസും കൂട്ടരും ആമേൻ തടിക്കഷണങ്ങളിൽ, പലക കഷണങ്ങളിൽ മറുകരയെത്തുവാൻ, ഒരു കരയെത്തുവാൻ ദൈവം അവരെ സഹായിച്ചു. കാരണം പടകില്ല എങ്കിലും, യാത്ര ചെയ്യുവാൻ സാധ്യതയില്ലെങ്കിലും പലകമേൽ രക്ഷിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാവിലെ ഉണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ആകുലതകളുടെ നടുവിലാണോ നിങ്ങൾ ഈ ദൈവവചനം സന്ദേശം കേൾക്കുന്നത്? വചനത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. നിങ്ങളുടെ കരങ്ങളിലുള്ള അല്പത്തെ ആമേൻ വലിയ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാവിലെ തിരിച്ചറിയാതെ പോകരുത്. തിരുവചനത്തിനകത്ത് എത്രയെത്ര സന്ദർഭങ്ങളാണ് ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. അല്പം കൊണ്ട് വലിയ രക്ഷ വരുത്തുവാൻ കരുത്തുള്ള ഒരു മഹാദൈവം. അല്പം ആരോഗ്യമാണോ ഉള്ളത്? അല്പം പണമാണോ കയ്യിലുള്ളത്? അല്പം താലന്താണോ ഉള്ളത്? കുറച്ചു മാത്രം പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് ആണോ ഉള്ളത്? വലിയ രക്ഷ വരുത്തുവാൻ അതുകൊണ്ട് കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ നാം തിരിച്ചറിയാതെ പോകരുത്. ആരെങ്കിലും വിഷയങ്ങൾക്കകത്ത് ആകുലപ്പെട്ട് ഭാരത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന, കൈക്ക് പിടിക്കുന്ന, മാറോടണയ്ക്കുന്ന ദൈവശക്തി വെളിപ്പെടട്ടെ. മറക്കരുത്, ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി ഏത് വിഷമഘട്ടത്തിലും, ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, തീച്ചൂളയ്ക്കകത്തും പൊട്ടക്കിണറ്റിനകത്തും കാരാഗ്രഹത്തിനകത്തും പത്മോസിന്റെ ഏകാന്തതയിലും തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാദൈവം ജീവിക്കുന്നു. തിരുവചനം അങ്ങനെയാ എഴുതിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ. നിശ്ചയമായിട്ടും രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ, രക്ഷയുടെ വിടുതൽ അനുഭവിക്കുവാൻ, രക്ഷയുടെ നന്മ അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ചിലരെ ഒരുക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്നിന്റെ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. ബലമുള്ള കരങ്ങളിൽ വഹിക്കും, ദൈവിക നന്മകളെ കൊടുക്കും, അത്ഭുതം ചെയ്യും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.